അപ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെ വാലന്റൈൻസിന്റെ പരിപാടി സിംഗിൾസ് എത്ര പേരുണ്ട്? പ്രോഗ്രാംസ് ഒരുപാട് 3 കളറുണ്ട്. ഭയങ്കര പ്രോഗ്രാംസ് ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ പ്രോഗ്രാംസിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോ 14-ാം തീയതി തൊട്ട് പ്രോഗ്രാംസ് റിലീസാണ്. അപ്പൊ ഞങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് എല്ലാ കോളേജും ആദ്യമായിട്ട് വിമൻസ് കോളേജിൽ ഭയങ്കര സമരത്തിനാണ് നടക്കുന്നത്. പക്ഷെ അപ്പോൾ വളരെയധികം സന്തോഷം. ഭയങ്കര എനർജി ആയിരുന്നു. എല്ലാവരും പൊളിയാണ്. ഗേൾ പവർ ഇസ് ഹോളി പവർ ടു ബി ഫ്രാങ്ക്. അപ്പോൾ വളരെയധികം സന്തോഷം. മറക്കണ്ട ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ പരിപാടിയൊക്കെ ഉണ്ടാവും അറിയാം. പക്ഷെ എന്നാലും അപ്പൊ മറക്കാണ്ട് കാരണം ഞങ്ങൾ വളരെയധികം സന്തോഷവും എക്സൈറ്റഡ് നിങ്ങൾ ആ പടം കാണിക്കുന്നത്. ട്രെയിലർ കണ്ടോ? ഇഷ്ടമായോ? പാട്ട് കണ്ടോ? ഞങ്ങളുടെ ഡാൻസ് ഉണ്ടാക്കോ? അത് ഇഷ്ടമായോ? അപ്പോ മറക്കണ്ട ഫെബ്രുവരി 14 പ്ലീസ് യു വാച്ച് പ്രോഗ്രാംസ് എല്ലാ പടം. ഓക്കെ എന്താണ് മാത്യു ഷൂട്ട് അത് വീഡിയോ കോളിൽ നോക്കണം. വീഡിയോ കോളാണ് മാക്സിമം സംസാരിക്കണം. മഹിമാനദിയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളുടെ എനർജി അടിപൊളിയായിരുന്നു. എനർജി വരുന്നത്. അപ്പൊ ഞങ്ങൾ ഇന്നോട് വന്നത് എല്ലാവർക്കും അറിയാം. ഫെബ്രുവരി 14 ഞങ്ങളുടെ സിനിമ പ്രോഗ്രാംസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് അടിച്ച് പൊളിച്ച് അഭിനയിച്ച സിനിമയാണ്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറയുന്ന സിനിമയാണ് പ്രോഗ്രാംസ്. ഫെബ്രുവരി 14 അതും പറഞ്ഞ പലർക്കും പല പ്ലാൻസും ആയിരിക്കും. പക്ഷെ അതിനിടയിൽ ഞങ്ങളുടെ സിനിമയും കാണും. ഫെബ്രുവരി 14 കാണാൻ പറ്റാത്ത ദിവസങ്ങളൊക്കെ കാണാം. Once again, thank you so much. Thank you so much for having us here. Thank you. എന്തൊരു മാർക്കറ്റിൽ ഒരു എല്ലാ ട്രോളി പറയുന്ന സാധനം എല്ലാ കോളേജിൽ നിന്ന് ഞാൻ മക്കളെ എന്ന് വിളിക്കാറുണ്ട്. ഒന്നല്ല കഴിഞ്ഞ 10 ദിവസമല്ലേ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ ദുബായിൽ ഞങ്ങൾ പ്രൊമോഷൻ ഇതുപോലെ അവർക്ക് പ്രൊമോഷൻ ചെയ്ത് വന്നുള്ളൂ.
അപ്പൊ ഇന്ന് സത്യം പറഞ്ഞ രാവിലെ വരാൻ വേണ്ടി പ്രൊമോഷൻ ടീം വിളിച്ചപ്പോ ഞാൻ വന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോ ആദ്യത്തെ സ്റ്റോറേജ് അപ്പോ ഞങ്ങളെല്ലാവരും ഇതുപോലെ ഓടി നടന്ന് പണം പ്രൊമോട്ട് ചെയ്യുന്നതിന് ഒറ്റ റീസണേ ഉള്ളൂ. ഞങ്ങള് സ്റ്റേജിൽ കാണിക്കുന്ന ഈ എനർജി നിങ്ങൾക്ക് തിയേറ്ററിലും കാണാൻ പറ്റും. ട്രെയിലറിൽ നിങ്ങൾ കണ്ട എനർജിയുടെ കുറച്ച് കൂടുതലുള്ള എനർജി നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ പറ്റും. അപ്പോ ഫ്രണ്ട്സ് ഉള്ള കപ്പിൾസ് ആയിട്ടുള്ളവർക്കും സിംഗിൾസ് ആയിട്ടുള്ളവർക്കും ഒക്കെ ഈ പടം 14-ാം തന്നെ പോയി തിയേറ്ററിൽ കാണണം. അപ്പൊ എല്ലാവരും കാണില്ലേ? ഞങ്ങളെ കാണില്ലേ? അപ്പോ വിളിക്കണോ? അവനറിയണ്ട കത്തിയിട്ടുള്ളൂ. വിളിക്കാടാ ഉടനെ ലൈൻ വന്നു വന്നു വന്നു. ഈ ഒരു പ്രശ്നം ഞാൻ ഇതിന് മുമ്പ് കണ്ടിട്ടില്ല. അപ്പൊ പൊളിക്കല്ലേ? അടിപൊളി. താങ്ക് യു സോ മച്ച്. ഞങ്ങള് ഇവിടെ ഞങ്ങൾക്ക് ഇത്രയും വലിയ എനർജി ഉള്ള ഒരു വെൽക്കം തന്നതിലൊക്കെ ഇതിനെന്തെങ്കിലും നമ്മൾ ആലുവയിൽ പണം അറിയില്ല. നിങ്ങൾ അവിടെ തന്നെ പോയി കാണില്ലേ? ശ്രീലത്തിൽ തന്നെ പോയി കണ്ട് പൊളിച്ചെടുക്കുക. ഓക്കെ, താങ്ക് യു. എല്ലാ ഇന്റർവ്യൂവിലും ഈ ചോദ്യത്തിൽ ഞാൻ തന്നെയാണ് ഉത്തരം പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ ഞാനായി കണ്ടുപിടിച്ചത് ഉത്തരമാണ്. അത് ഞങ്ങളുടെ ഡയറക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ പറയുന്നത് ആര് ചോദിച്ചാലും പറഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ചാൽ രണ്ട് മുഖങ്ങളുണ്ട്. അതായത് തേനീച്ച സ്വീറ്റുമാണ്, കാരണം ഹണി കിട്ടുമല്ലോ, അപ്പൊ സ്വീറ്റുമാണ്. അതേപോലെ തന്നെ തേനീച്ച കുത്തിയാൽ നമുക്ക് വേദനിക്കും. അപ്പൊ അവിടെ സ്വീറ്റ്നെസ്സും ഉണ്ട്, പെയിനും ഉണ്ട്. അതുപോലെ ഈ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സിനും രണ്ട് വശങ്ങളുണ്ട്. ഒരു സോഫ്റ്റ് സൈഡും ഉണ്ട്, ഒരു എക്സ്ട്രീം സൈഡും ഉണ്ട്. അതാണ് സിംബോളിക്കലി ADJ ഈ ഹണി ബീ വെച്ച് കാണിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ പടത്തിൽ ഒരു മേജർ പരിപാടി ഉണ്ട്. അത് പടം കാണണം, എന്നാലും മനസ്സിലാവും. അതുകൊണ്ടാണ് പറഞ്ഞ ആ സ്ഥിരം പോയി എല്ലായിടത്തും നമ്മൾ കണ്ടുവരുന്നതാണ് ചേച്ചി കാസർഗോഡ് ഭാഷയിൽ സംസാരിക്കുന്നത്. എവിടെ പോയാലും പറയണ്ട. ഫെബ്രുവരി 14 ഞങ്ങളുടെ സിനിമ റിലീസാണ്. റൊമാൻസ് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കണ്ടിട്ട് സപ്പോർട്ട് ആക്കണം.
14 കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഫെബ്രുവരി 15 കണ്ടാലോ. താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. അഖില ഇങ്ങോട്ട് വരൂ. സംഗീത അപ്പോ ആസ് എൻ എഡിറ്ററും ആക്ടറാണ്. അപ്പൊ ഏത് പ്രൊഫഷനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത് ഏത് പ്രൊഫഷനാണ്? നിങ്ങൾക്ക് എന്നെ എങ്ങനെ കാണാൻ ഇഷ്ടം? എഡിറ്റിംഗ് രണ്ടും ഇഷ്ടമാണ്. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്ത് പണം പറയും. എനിക്ക് നിങ്ങൾ പോലുള്ളവരുടെ സ്നേഹം ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് അഭിനയിച്ചു കഴിഞ്ഞപ്പോഴാണ്. എഡിറ്റ് ചെയ്തിട്ടൊന്നും ഒരു പട്ടിക്കുള്ള കഴിഞ്ഞ ഒരു സ്റ്റേറ്റ് അവിടെ ഉണ്ടായിരുന്നു. എഡിറ്റ് പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണലി രണ്ടിനോടും സെയിം ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ് രണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട്. എളുപ്പം എഡിറ്റിംഗ് ആണ്. അതിന് ഭയങ്കര പാടാണ്. അടുത്തതായി ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ചോദിക്കാനുള്ളത് ഇപ്പൊ നിങ്ങൾ ആക്ടേഴ്സ് ആണല്ലോ. ആക്ടറിന് എല്ലാവരും വേറെ പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്യാൻ കഴിയും. ആക്ടിങ് അല്ലാതെ സിനിമ തന്നെ നടക്കുള്ളൂ. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറുന്ന പറഞ്ഞാൽ പറഞ്ഞു എന്താണ് പറഞ്ഞു ചാൻസ് കിട്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ സിനിമ തന്നെ പറ്റുള്ളൂ. വേറെ പഠിത്തമൊന്നുമില്ല. എങ്ങനെയോ പാസ്സായി. പ്ലസ് ടു കഷ്ടപ്പെട്ട് പാസ്സായി. സയന്റിസ്റ്റിന് ആഗ്രഹം കണ്ടോ? അത് പ്ലാൻ ഞാൻ ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഞാൻ പ്ലാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിനിമയിൽ വന്നത്. അപ്പോൾ സിനിമ വേണോ ഇത് വേണോ എന്നുള്ള ചോയ്സ് അവസാനം സിനിമ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അത് വിട്ടിട്ട് ഇങ്ങോട്ട് വന്നത്.